എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തംബ്നെയിൽ കണ്ടപ്പോൾ കുറേ പേർക്കൊക്കെ എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റാഗി വെർമിസെല്ലി ഉപയോഗിച്ചിട്ടുള്ള ഒരു പുട്ടാണ്. റാഗി സേമിയ എന്നൊക്കെ പറയും. നമുക്കിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആവും. അത് വെച്ച് പുട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റാഗി വെർമിസെല്ലി അല്ലെങ്കിൽ റാഗി സേമിയ എന്നൊക്കെ പറയും. നല്ലൊരു ഡാർക്ക് ബ്രൗൺ, ഒരു ഏകദേശം ഒരു ബ്ലാക്ക് പോലെ തോന്നുന്നൊരു കളറിലായിരിക്കും ഉണ്ടാവുക. സേമിയ പോലെ തന്നെ അങ്ങനെ ഒരു കോലായിട്ടാണ് ഉണ്ടാവുക. കുറേ പേർക്ക് സത്യം പറഞ്ഞാൽ ഇത് അറിയില്ല. ഇത് റാഗി സേമിയ ആണെന്ന് അറിയെങ്കിലും ഇത് വെച്ചിട്ട് എന്ത് ഉണ്ടാക്കുമെന്ന് കുറേ പേർക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് പുട്ടുണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ് പുട്ടുണ്ടാക്കിയാൽ. നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന റാഗി പുട്ടിനേക്കാളും നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് നമുക്കൊന്ന് സോക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ കുറച്ചൊരു ഹാർഡായിട്ട് നമ്മളിങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാവും. നമ്മുടെ മിക്സ്ചറൊക്കെ അല്ലേ, അതുപോലെ ഉണ്ടാവുക. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് വെള്ളം എടുക്കാം. കുറച്ച് വെള്ളമല്ല, ഈ സേമിയ മൂടി നിൽക്കാണ്ട് വെള്ളം വേണം കേട്ടോ. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ വെള്ളം നമ്മൾ ഈ റാഗി സേമിയ എടുത്ത് വെച്ചിട്ടുള്ള ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ സേമിയ കംപ്ലീറ്റ് ആയിട്ട് മൂടി നിൽക്കാനുള്ള അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഈ വെള്ളത്തിൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് അത്രയും മതി. അതിൽ കൂടണ്ട, 2 മിനിറ്റ് തന്നെ മതിയാകും. അത് കറക്റ്റായിരിക്കും. അതിൽ കൂടുതൽ സോക്ക് ചെയ്താൽ അത് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോയി ആ ഒരു നൂല് പരുവത്തിൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് 2 മിനിറ്റ് തന്നെ സോക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയട്ടെ. എന്നിട്ട് നമുക്കിതിന് ഡ്രൈൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് സോക്കായിട്ടുണ്ട്. വല്ലാണ്ട് അങ്ങ് കുഴഞ്ഞു പോകണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് സോക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഇനി നമുക്കിതിനെ ഒന്ന് ഡ്രൈൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതിനൊരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എടുക്കാം. നമ്മൾ കംപ്ലീറ്റ് അരിപ്പയിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഈ പാത്രത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഒഴിവാക്കി കളയാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ആദ്യം നല്ലൊരു ഹാർഡായിട്ടാണ് നിന്നിരുന്നത്, അതൊക്കെ മാറി കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ നൂലായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഗ്രീൻ പാത്രത്തിലേക്ക് തന്നെ ഇടുന്നത്. അതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഒഴിവാക്കി ഒന്ന് തുടച്ച ശേഷം അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മളല്ലാതെ പുട്ടിന് പൊടി നനക്കുന്ന പോലെയുള്ള പണിയൊന്നുമില്ല കേട്ടോ. ഇതിന് ജസ്റ്റ് ഈ വെള്ളം ഒഴിച്ച് വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കതങ്ങ് കളഞ്ഞാൽ ഈ റാഗി സേമിയ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. ഇനി നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ റാഗി സേമിയ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ഇത് ഇടുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു നൂല് പരുവത്തിലാണല്ലോ, പൊടിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളിത് ആദ്യം ഒരു പുട്ടിനുണ്ടത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ തേങ്ങ ഇടുന്നതിന് മുമ്പായിട്ട് അതൊന്ന് നമ്മൾ ഇവിടെ താഴെ വെച്ചിട്ട് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം അങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുമ്പോഴേ ഈ റാഗി സേമിയ ഒന്ന് സെറ്റ് ആവുള്ളൂ. അത് നൂലായതുകൊണ്ട് പല ഷേപ്പിൽ അപ്പോൾ ഒന്ന് പൊങ്ങി നിൽക്കും. ഇതിങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ അത് സെറ്റായിട്ടൊന്ന് താഴേക്ക് പോകും. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ പിന്നെയും തേങ്ങ ഇട്ട് കൊടുത്ത് അടുത്ത പുട്ടിനുണ്ട് ലെയർ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെയൊന്ന് സെറ്റ് ചെയ്യാം. ഇതേ പുട്ടുകുറ്റി നിറയെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ നമുക്ക് ഒന്നുകൂടെ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഈ കാണിച്ച അളവില്ല, ഇത് ഞാൻ കപ്പിലൊന്നും മെഷർ ചെയ്തിട്ടില്ല. കാരണം അത് കപ്പിൽ കറക്റ്റ് മെഷർ ചെയ്യാൻ കഴിയില്ല, അതൊരു കോലായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുറ്റി പുട്ടിനുള്ള കറക്റ്റ് അളവാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് സാധാരണ പോലെ തന്നെ പുട്ടിന് ആവി വരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ മുകളിലൂടെ ആവി വന്ന ശേഷം ഒരു 8 മിനിറ്റൊക്കെയാണ് ഞാനിത് അടച്ച് വെച്ചിട്ട് വേവിക്കാറ്. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറ് മുകളിലൂടെ ആവി വന്ന ശേഷം അത് അടച്ച് വെച്ചിട്ട് സിമ്മിലേക്ക് ഇടും. എന്നിട്ടൊരു 8 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യും. അപ്പോഴേക്കും നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയ റാഗി വെർമിസെല്ലി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഇത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും. കുട്ടികൾക്ക് അതേപോലെ നല്ല ഇഷ്ടമാവും. കാരണം സാധാരണ പുട്ട് പോലില്ലാത്ത ഒരു നൂല് പോലെയല്ലേ, അപ്പോൾ അവർക്ക് ഒന്നുകൂടെ ഒരു കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാകും. പിന്നെ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ വാരി കഴിക്കാനൊക്കെ സുഖമായിരിക്കും. പിന്നെ ഇതിലേക്ക് നമുക്ക് കടലക്കറിയോ ചിക്കൻ കറിയോ എന്ത് വേണമെങ്കിലും കൂട്ടാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.